സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളമാകെ കലാപകലുഷിതമായ രീതിയിലേക്ക് ഒരു വിഷയം എത്തിയിരിക്കുന്നു. ഇന്നല്ല, കഴിഞ്ഞ ദിവസമാണത് വന്നിരിക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മരുമകൻ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് ED-യുടെ അന്വേഷണം ചെല്ലുന്നു എന്നുള്ളതാണ്. ED-യുടെ അന്വേഷണം ചെല്ലുന്നത് എന്ന് പറയുമ്പോൾ CMRL എക്സാലോജിക് എന്ന കമ്പനിയുമായി നടത്തിയിരിക്കുന്ന മാസപ്പടി വിവാദത്തിൽ ED അന്വേഷിക്കുന്ന അഴിമതി പണ കേസിൻ്റെ ആ ഒരു ഉറവിടം തേടി തന്നെയാണ് ഇപ്പോൾ ED മുഹമ്മദ് റിയാസിലേക്ക് എത്തുന്നത്. വീണ വിജയൻ്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിന് വീണ വിജയൻ CMRL നിന്ന് വാങ്ങിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വിനിമയവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളതാണ് ED അന്വേഷിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, 2014-15 വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്യുന്നത്. 2016 പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. വീണ്ടും 2 വട്ടം കേരളം ഭരിച്ചു. 2017 മുതൽ 2020 വരെയാണ് വീണ വിജയന് CMRL നിന്നും എക്സാലോജിക് എന്ന വീണ വിജയൻ്റെ കമ്പനിയിലേക്ക് മാസപ്പടി കൊടുത്തിരിക്കുന്നത്. വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷവും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷവും വീതം, അങ്ങനെ പ്രതിമാസം 8 ലക്ഷം രൂപ വീതമാണ് കൊടുത്തിരിക്കുന്നത്. 2.87 കോടി രൂപയാണ് അവർക്ക് ആ ഇനത്തിൽ കിട്ടിയിരിക്കുന്നത്. ഈ പണം വീണ വിജയൻ്റെ അക്കൗണ്ട് വഴി കൊടുത്തിരിക്കുകയും വീണ വിജയൻ ആ പണം വിഡ്രോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഈ പണം എങ്ങനെയാണ് വിനിയോഗിച്ചത്, ആർക്കാണ് കൊടുത്തത്, എവിടെ മാറ്റി ഡിപ്പോസിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ED ചോദിക്കുമ്പോൾ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദിക്കുമ്പോൾ വീണ വിജയന് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ വീണ വിജയൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഈ പണ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരുടെ രണ്ടാമത്തെ ഭർത്താവായ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA കൂടിയായ മുഹമ്മദ് റിയാസിലേക്ക് ED-യുടെ അന്വേഷണം ചെല്ലുമ്പോൾ തീർച്ചയായും ഇവിടെ ഗുരുതരമായ ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ വീണ വിജയന് കിട്ടിയ ഇത്തരം തുക കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരെ അസാധുവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും എന്നുള്ള നിയമവൃത്തങ്ങളുടെ ചില വാർത്തകളെല്ലാം പുറത്തു വരുമ്പോൾ മാറിയ സാഹചര്യത്തിൽ ഈ കേസ് ഒരുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും അതുപോലെ ഇപ്പോൾ മരുമകനായ മുഹമ്മദ് റിയാസിനും കുരുക്കായി മാറുന്നു. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഈ കേസ് വളരെ സങ്കീർണമായ ഒരു തലത്തിലെത്തി നിൽക്കുകയാണ്. ഈ കേസിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം, ഇവിടെ അനധികൃതമായി അല്ലെ അഴിമതി വെച്ചാൽ മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഉണ്ടാക്കിയ കോടാനുകോടി രൂപ എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ആ പണത്തിൻ്റെ മണി ട്രെയിൽ എന്ന് പറയും ടെക്നിക്കൽ ടേംസിൽ. ഈ മണി ട്രെയിൽ കണ്ടുപിടിക്കാനുള്ള ബാധ്യത അല്ലെ അതിൻ്റെ അന്വേഷണത്തിലേക്ക് ED തുടങ്ങിയിരിക്കുന്നു. ഈ മണി ട്രെയിൽ കർത്താവും വീണ വിജയനുമുള്ള 2 എൻഡിൽ അവസാനിക്കുകയാണോ, അതോ മൂന്നാമത് സ്ഥലങ്ങളിലേക്ക്, അല്ലെ 3, 4 അല്ലെ 4, 5 കക്ഷികൾ പ്ലേയേഴ്സ് ഈ ഇടപാടിലുണ്ടോ, അതാണ് ഇപ്പോഴത്തെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിപ്പോൾ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതും വീണ വിജയനിൽ മാത്രമായി ഈ അന്വേഷണം ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എൻ്റെ എൻഡ് പോയിൻ്റ്, എൻഡ് യൂട്ടിലൈസേഷനോ അല്ലെ എൻഡ് പോയിൻ്റ് എന്ന് പറയാം. ഈ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ആരാണ്? അത് പിണറായി വിജയൻ തന്നെ ഒരു എൻഡ് പോയിൻ്റ് ആകാം, അതുപോലെ തന്നെ മറ്റാരെങ്കിലും ആകാം. ആ മറ്റാരെങ്കിലുമാണ് ഇവിടെ പ്രസക്തി. കാരണം പിണറായി വിജയൻ ഇല്ലെങ്കിൽ നാളെ ഇൻവേരിയബിളി ഇതുമായിട്ട് കണക്റ്റഡ് ആണ് എന്നെല്ലാവർക്കും അറിയാം. പിന്നെ ഇതുവരെ ആ പേര് പുറത്തു വരാത്ത പേര്, നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്ന പേര്, ഈ കേസുമായിട്ട് എല്ലാ തരത്തിലും ബന്ധപ്പെടാൻ ചാൻസുള്ള പവർ ഓഫ് അറ്റോർണി ആയിട്ടോ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളായിട്ടോ ഏതെല്ലാം തരത്തിൽ വരാവുന്നയാൾ മറ്റാരുമല്ല, സാക്ഷാൽ മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിന് പിന്നെയും മറ്റൊരു ബുദ്ധിമുട്ടുകൂടെ കിടക്കണം. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തൻ്റെ വരുമാന സ്രോതസ്സുകൾ കൊടുത്ത ഇൻകം ടാക്സ് റിട്ടേണുകൾ, അല്ലെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത റിട്ടേണുകളിൽ വീണ വിജയനിൽ നിന്നും ഇങ്ങനെ കിട്ടിയ കമ്മീഷൻ അടിസ്ഥാനത്തിൽ കിട്ടുമോ, മറ്റെന്തെങ്കിലും തരത്തിൽ ന്യായമായിട്ടോ അന്യായമായിട്ടോ കിട്ടിയ പണം അവിടെ കാണിച്ചിട്ടുണ്ടോ? വീണ വിജയനിൽ നിന്ന് പൈസ കിട്ടുകയും അത് ഇലക്ഷൻ റിട്ടേൺസിൽ കാണിക്കാതിരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ MLA എന്നുള്ള ഭാവി തന്നെ വെള്ളത്തിലാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് കേസ് എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഇനി ആർക്ക് സാധിക്കും? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പഴയ പോലെ തന്നെ മോഡിയും പിണറായി വിജയനും അമിത്ഷായും പിണറായി വിജയനും മാത്രം വിചാരിച്ചാൽ പറ്റണമെന്നില്ല. പകരം VD സതീശനും കൂടെ വിചാരിച്ചാലേ ചിലപ്പോൾ ഇത് സാധിക്കുള്ളൂ.
കാരണം കേരള പോലീസിനും ഇനി ഇതിൻ്റെ രഹസ്യങ്ങളുടെ പൂർണ്ണമായ ആക്സസ് കിട്ടും. ആ ആക്സസ് ഉറപ്പായിട്ടും സതീശനിലെത്തും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഒതുക്കി തീർക്കാമെന്നുള്ള വ്യാമോഹവും പിണറായി വിജയന് വേണ്ട. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായ വിവരം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കും. രാജ്മോഹൻ സാർ പറഞ്ഞത് അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം കേരളം 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് ഒരു റെയ്ഡിലേക്കോ അല്ലെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നതിനോ എന്നുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. മാറിയ സാഹചര്യത്തിൽ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ്റെ ഭരണം നഷ്ടമാകുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ചോദിച്ചു വാങ്ങുന്നു CPM-ൽ നിന്നും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതോടുകൂടി ഇഡിയുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകൾ ഒരു പുനർജീവനം ഉണ്ടാകുന്നു എന്ന് കാണിക്കുമ്പോൾ കേരളത്തിൽ പുതിയ സർക്കാർ വന്നതുകൊണ്ട് ഇഡി അന്വേഷണം ഊർജിതപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ അതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം വയ്ക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 10 വർഷക്കാലം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ഈ കേസ്, അതായത് 2016 മുതൽ 2017 മുതൽ 2020 മുതൽ നടന്നിരിക്കുന്ന ഈ കേസിനെ കുറിച്ചുള്ള അന്വേഷണം എവിടെയും എത്തിയില്ല എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലെ ഉത്തരവ് പുറത്തു വന്നിട്ട് നാളുകളായി. എന്നിട്ടും വീണ വിജയനെതിരെയുള്ള നിയമ നടപടികളുമായി ഇഡി എത്തിയില്ല എന്നുള്ളത് ഒരുപക്ഷെ ഭരണ സംവിധാനങ്ങളിൽ ഉള്ള പിടിപ്പ് തന്നെയായിരിക്കാം അന്വേഷണ ഏജൻസികളെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ നമ്മൾ ആളല്ല. എന്നാൽ അങ്ങനെ വേണം. അങ്ങനെ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ തെറ്റു പറയാനും സാധിക്കില്ല. ഇത് തന്നെയാണ് രാജ്മോഹൻ സാർ ചൂണ്ടിക്കാണിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മാറിയ സാഹചര്യത്തിൽ ഭരണം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഇനി വീണ വിജയനെ ഈ കേസുമായി പൊതിഞ്ഞു പിടിച്ച് നിർത്തേണ്ട ആവശ്യം പുതിയ സർക്കാരിനില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് വി.ഡി. സതീശൻ സർക്കാർ എപ്പോഴും നിലപാടെടുത്തിട്ടുള്ളത്. INTUC എന്ന സംഘടനയുടെ, അതായത് കോൺഗ്രസിൻ്റെ പോഷക സംഘടന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന എന്നൊക്കെ വിവക്ഷിക്കുന്ന INTUC-യുടെ ദേശീയ നേതാവിനെതിരെ അഴിമതി ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പിണറായി വിജയൻ സർക്കാർ 2 വർഷം ഭരിച്ചിട്ട് അനുമതി കൊടുക്കാതിരുന്നപ്പോൾ ഇന്നിപ്പോൾ വി.ഡി. സതീശൻ അത് സർക്കാർ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മുഖം നോക്കാതെ തൻ്റെ പാർട്ടിക്കാരായാലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കോടതിയിൽ അവർ നിരപരാധികളാണെന്ന് തെളിയിക്കട്ടെ എന്നൊരു രീതി തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാർ നിലപാടെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കേരളം കേട്ട ഏറ്റവും വലിയ ഒരു ഗുരുതരമായ ഫ്രോഡ്, സീരിയസ് ഫ്രോഡ് തന്നെ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ വഴിവിട്ട ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഇതിൽ ഏറെ നിർണായകമാകുന്നത് മുഹമ്മദ് റിയാസ്, വീണയുടെ ഭർത്താവായ മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് വീണയ്ക്ക് കിട്ടിയ ഈ അഴിമതി പണത്തിൻ്റെ വിനിമയവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും റിയാസ് കൂടി പ്രതി ചേർക്കപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല ഇത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ സമർപ്പിക്കപ്പെട്ട സത്യവാങ്മൂലത്തിൽ വരവ് ചെലവ് കണക്കുകൾ ബോധിപ്പിക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമായ വിവരം അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും കള്ളക്കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട്, തെറ്റായ വിവരം സമർപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന രീതിയിൽ അദ്ദേഹം നിയമ നടപടികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് നിയമവൃത്തങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇഡി അന്വേഷണം വിഷമവൃത്തത്തിൽ തന്നെയാണ്. തീർച്ചയായും വീണയും മുഹമ്മദ് റിയാസും പിണറായി വിജയനും ഇഡിയുടെ റഡാറിൽ തന്നെയാണ്. ഏത് സമയത്തും എന്ത് തരത്തിലുള്ള നിയമ നടപടികളും ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ വീണ വിജയനും പിണറായി വിജയനും റിയാസുമെല്ലാം ചോദ്യം ചെയ്യലിനൊടുവിൽ ഇഡിക്ക് തൃപ്തികരമായ മറുപടിയല്ല കൊടുക്കുന്നതെങ്കിൽ അവർ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അല്ല, ഞാൻ പിണറായി വിജയൻ്റെ അറസ്റ്റ് ഏറ്റവും അവസാനം ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. കാരണം പിണറായി വിജയനെ ഒരു റാലിയിങ് പോയിൻ്റായിട്ട്, ഇഡിക്കെതിരായിട്ടുള്ള കൊമ്പ് കോർക്കലിൽ ഒരു റാലിയിങ് പോയിൻ്റായിട്ട് പിണറായി വിജയനെ കൊണ്ടുവരാൻ ബുദ്ധിയുണ്ട്. സാമാന്യ ബുദ്ധി അനുസരിച്ച് ഇഡി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഓരോന്നായി ചിറകുകൾ അരിഞ്ഞ് ആ രീതിയിൽ എല്ലാ ഖണ്ഡങ്ങളും പല കഷ്ണങ്ങളായി TP ചന്ദ്രശേഖരൻ എങ്ങനെ കിടന്നോ അതേ അവസ്ഥയിൽ ഈ പിണറായി വിജയനെ എത്തിച്ചിട്ട് പതുക്കെ ആയിരിക്കും പിണറായി വിജയൻ്റെ മേലുള്ള ലീഗൽ പ്രൊസീഡിങ്സ് തുടങ്ങാൻ പോകുന്നത്. അല്ല, അതങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇഡി അന്വേഷിക്കുന്നത് ഈ ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്ത വീണ വിജയൻ്റെ എക്സാലോജിക്കുന്ന കമ്പനിയുമായി CMRL കർത്തയ്ക്ക് യാതൊരു തരത്തിലും പരിചയമില്ല. അറിയാവുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ എന്ന തരത്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ CMRL പോലുള്ള ഒരു വലിയ കമ്പനിയിൽ നിന്ന് ഇത്രയും ഹ്യൂജ് എമൗണ്ടിൻ്റെ ഒരു കരാറ് വീണ വിജയൻ്റെ, അതും പിച്ചവെച്ച് തുടങ്ങിയ ഒരു കമ്പനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മകൾക്ക് വേണ്ടി ഒരു ഇടപാടിന് കൂട്ടുനിന്നതല്ല എന്നാണ് അവിടുത്തെ ക്രൈം. പകരം CMRL
എന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സിന്തറ്റിക്കും റൂട്ടൈലും എല്ലാം വേർതിരിച്ചെടുക്കുന്ന കമ്പനിക്ക് അവരുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കരിമണൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ മൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്ന് അത് പൂഴ്ത്തിവെക്കുകയും മുഖ്യമന്ത്രി വഴിവിട്ട ചില സഹായങ്ങൾ കരിമണൽ ലഭ്യമാക്കുന്നതിന് കർത്തയ്ക്ക് സഹായകരമായ രീതിയിൽ ചില നടപടിക്രമങ്ങൾ കൈക്കൊള്ളതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിലാണ് വീണ വിജയന് ഇത്തരത്തിലൊരു പണ ഇടപാട് നടത്തിയിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിൽ ഇടി ചെല്ലുമ്പോൾ തീർച്ചയായും അവിടെ ക്രൈം നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് മകൾക്ക് പണം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് കോടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ പദവി ദുരുപയോഗം ചെയ്തു, അനധികൃതമായി കരിമണൽ CMRL കർത്തയ്ക്ക് കൊടുത്തു എന്നുള്ള 2 ക്രൈമുകൾ അതിൽ വരുന്നുണ്ട്. അതിൽ നിന്നും തീർച്ചയായും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനും താങ്കളുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. കാരണം പലതരത്തിൽ പിണറായി വിജയൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പലതരത്തിൽ രക്ഷപ്പെട്ട് ഇപ്പം ചന്ദ്രശേഖരനെ രക്ഷപ്പെടുത്തിയെന്ന് താങ്കൾ പറഞ്ഞു. പ്രദീപൻ്റെ ആ ഒബ്സർവേഷൻ ശരിയാണ്. ചന്ദ്രശേഖരന് വേണ്ടി ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യും ഏറ്റവും ശക്തമായി കപിൽ സിബലിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വാദിച്ചത് പിണറായി വിജയനാണ്. അപ്പോൾ അതിനൊരു പ്രത്യുപകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. പക്ഷേ ആ പ്രത്യുപകാരം കൊടുക്കാവുന്നവർ ദുർബലരായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. മോഡിക്ക് ഒരു പരിധി വിട്ട്, ഇപ്പോൾ മോഡി ഗുജറാത്തിലെ അയോധ്യയിലെ പ്രശ്നങ്ങളിൽ മോഡി ഒരു ട്രാപ്പിലാണ് കിടക്കുന്നത്. മോഡിക്ക് ഒരു പരിധി വിട്ട് പിണറായി വിജയൻ്റെ പുറകെ വരാൻ പറ്റിയില്ല, അമിത്ഷായ്ക്ക് വരാൻ പറ്റിയില്ല. ആ സമയത്ത് പിണറായി വിജയന് സ്വയം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടില്ലതാനും. അപ്പോൾ എല്ലാ വഴിയും അടഞ്ഞ് വളരെ അധികം നിരായുധനായി നിൽക്കുന്ന പിണറായി വിജയന് ഈ കേസിൽ ഇനി ഊരിപ്പോരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.